എത്ര ഉറങ്ങിയിട്ടും മാറാത്ത ക്ഷീണമാണോ? ശരീരത്തിന്റെ ആരോഗ്യവും ഉന്മേഷവും നിലനിർത്തുന്നതിൽ ഭക്ഷണത്തോടും വ്യായാമത്തോടും ഒപ്പം തന്നെ പ്രധാനമാണ് ശരിയായ ഉറക്കവും. മികച്ച മാനസികാവസ്ഥ പ്രദാനം ചെയ്യുന്നതിനൊപ്പം ദൈനംദിന ജോലികൾ ഊർജ്ജസ്വലതയോടെ ചെയ്യാൻ ആഴത്തിലുള്ളതും തടസ്സമില്ലാത്തതുമായ ഉറക്കം അനിവാര്യമാണ്. എന്നാൽ പലപ്പോഴും ആവശ്യത്തിന് ഉറങ്ങിയാലും വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. ഈ അവസ്ഥ നമ്മുടെ ജോലിയെയും വ്യക്തിജീവിതത്തെയും ഒരുപോലെ ബാധിച്ചേക്കാം. ഇത്തരത്തിൽ ഉറക്കത്തിന് ശേഷവും ക്ഷീണം തോന്നുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. സ്ലീപ്പ് അപ്നിമിയ എന്ന അവസ്ഥയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഉറക്കത്തിൽ ശ്വാസനാളം ഇടുങ്ങുകയോ അടയുകയോ ചെയ്യുന്നത് മൂലം ശ്വസനം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്ന സാഹചര്യമാണിത്. ഓരോ തവണയും ശ്വസനം നിലയ്ക്കുമ്പോൾ മസ്തിഷ്കം നൽകുന്ന ചെറിയ ഉണർവ് സിഗ്നലുകൾ ഉറക്കത്തിന്റെ സ്വാഭാവികതയെ തകർക്കുന്നു. ഇത് ഉണരുമ്പോൾ വലിയ തോതിലുള്ള ക്ഷീണത്തിന് കാരണമാകുന്നു. സമാന രീതിയിൽ വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും ഉറക്കത്തെയും ഊർജ്ജനിലയും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഹൃദ്രോഗം, പ്രമേഹം, വൃക്കരോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളും ശരീരത്തെ അമിതമായി തളർത്താറുണ്ട്. ഇത്തരം അവസ്ഥകളിൽ അനുഭവപ്പെടുന്ന വേദനയോ ശ്വസന തടസ്സമോ രാത്രിയിൽ ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുന്നത് തടയുന്നു. കൂടാതെ ശരീരത്തിന്റെ സ്വാഭാവിക ആന്തരിക ഘടികാരമായ സർക്കാഡിയൻ സൈക്കിൾ അനുസരിച്ചല്ലാതെ ഉറങ്ങുന്നതും ക്ഷീണത്തിന് വഴിവെക്കുന്നു. ഉറക്ക സമയത്തിലുള്ള കൃത്യതയില്ലായ്മ ആന്തരിക താളത്തെ തെറ്റിക്കുന്നതാണ് ഇതിന് കാരണം. മരുന്നുകളുടെ ഉപയോഗം, അമിതമായ കഫീൻ, നിക്കോട്ടിൻ സേവ എന്നിവയും ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കാറുണ്ട്. രാത്രി വൈകി മസാലകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിക്കുന്നതും ഗാഠനിദ്രയെ വൈകിപ്പിക്കുന്നു. ഉറക്കത്തിനായി കൃത്യമായ ഒരു സമയക്രമം പാലിക്കാത്തതും ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള അമിത വ്യായാമവും ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുന്നതിന് തടസ്സമാകാറുണ്ട്. ഇത്തരം ശീലങ്ങളിൽ മാറ്റം വരുത്തുന്നത് വഴി ആരോഗ്യകരമായ ഉറക്കവും ശരീരത്തിന്റെ ഉന്മേഷവും തിരിച്ചു പിടിക്കാവുന്നതാണ്.